ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. ഇത് തയ്യാറാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. വൈകുന്നേരം കുട്ടികളും പെട്ടെന്ന് 4-4:30 മണിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന പിസ്സയുടെ രുചിയിലുള്ള ഒരു സ്നാക്കാണ് ഇത്. അപ്പോൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിന് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് റവയും മുട്ടയും പിന്നെ കോണുമാണ്, സ്വീറ്റ് കോൺ. അപ്പോൾ നിങ്ങൾക്ക് കോൺ ഇല്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്യാരറ്റോ അല്ലെങ്കിൽ വേവിച്ച ഒരു ചെറിയ ഉരുളക്കിഴങ്ങോ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കോൺ ഒന്ന് ഇതിൽ നിന്നും ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കോൺ ഇളക്കിയെടുക്കാനായിട്ട് ഇങ്ങനെ ഒരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ടെക്നിക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്ത ശേഷം അതൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് 1/4 കപ്പ് റവയും ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് കുറച്ച് കാര്യങ്ങളിടാം. 1/4 കപ്പ് പാല്, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ, 2 നുള്ള് ഇറ്റാലിയൻ സ്പൈസസ്. നമുക്ക് പിസ്സയുടെ കൂടെയൊക്കെ കിട്ടുമല്ലോ ഈ ചെറിയ പാക്കറ്റിൽ, അതിൽ നിന്ന് ഒരു 3-4 നുള്ളി ഇട്ടാലും മതി. അല്ലെങ്കിൽ ഇതുപോലെ പ്രത്യേകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തൈമും ഒറിഗാനോയും കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചേർക്കുമ്പോഴാണ് ശരിക്കും പിസ്സയുടെ ഒരു രുചി വരുന്നത്. പിന്നെ ഇതിലോട്ട് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമ്മളിതുപോലെ അടിച്ച് സ്മൂത്ത് പേസ്റ്റാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പാലും ചേർത്തിട്ടുണ്ട്, പിന്നെ കോണിലുള്ള ഒരു മോയ്സ്ചറും അതിനകത്തുണ്ടാവും. അഥവാ നിങ്ങൾക്ക് മാവ് ഒരുപാട് കട്ടിയായിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ച് പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തല്ലോ. ഇനി നമുക്കിത് മൂടി ഒരു 15 മിനിറ്റ് സമയം മാറ്റി വയ്ക്കാം. റവ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുന്നത്. നമുക്കൊരു ചെറിയ ക്യൂബ് ചീസ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പതിനഞ്ച് മിനിറ്റ് സമയം മാറ്റി വെച്ച് ഈ റവയും മുട്ടയും ചേർത്ത് മിക്സിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചീസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. ഞാനിന്ന് ഇരുമ്പ് ദോശക്കല്ലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനും ഉപയോഗിക്കാം. മാവ് നോക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി മാവിനേക്കാളും അധികം കട്ടിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്തൊന്ന് ഡൈല്യൂട്ട് ചെയ്യുകയാണ്. പാനിലോട്ട് ഒരല്പം ബട്ടർ, ഒരു 1/4 ടീസ്പൂൺ ബട്ടർ ഒന്ന് തേച്ച് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ സ്പൂണിൽ കോരി ഒഴിച്ചു കൊടുക്കാം. വേഗം വെന്ത് കിട്ടാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നിർബന്ധമല്ല. ഒരു വശം വെന്ത ശേഷം തിരിച്ചിട്ടിട്ട് ഒരല്പം ബട്ടർ, 1/4 സ്പൂണിനേക്കാളും കുറവായിട്ടുള്ള ബട്ടർ ഓരോ പാൻ കേക്കിൻ്റെ പുറത്തും ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ ബട്ടർ പുറത്ത് തേച്ച് കൊടുക്കുമ്പോൾ അത് കൂടുതൽ സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റുമാണ്. ഇതുപോലെ 2 വശവും ചെറിയ ഗോൾഡൻ കളറിലേക്ക് ആകുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം. ബാറ്റർ തയ്യാറാക്കുന്ന ദിവസം തന്നെ നമുക്ക് എല്ലാ പാൻ കേക്കും തയ്യാറാക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. ഒരു 4 ദിവസം വരെ ബാറ്റർ നല്ല രീതിയിൽ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു 1/2 മണിക്കൂർ മുമ്പ് ബാറ്റർ എടുത്ത് പുറത്ത് വയ്ക്കുക. എന്നിട്ട് ആവശ്യമുള്ള പാൻ കേക്ക്സ് ചുട്ടെടുക്കുക. എല്ലാ പാൻ കേക്ക്സും ഞാൻ ചുട്ടെടുത്ത് കഴിഞ്ഞു. ഞാൻ കാണിച്ച അളവിൽ നിന്നും 16 ചെറിയ പാൻ കേക്ക്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് വിളമ്പുമ്പോൾ നമ്മളിതുപോലെ ഒരു ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറിൻ്റെ ഒരു പീസ് വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ അത് ബട്ടർ മെൽറ്റായി വരുമ്പോൾ അതങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പെട്ടെന്നുള്ള വൈകുന്നേരത്തെ വിശപ്പിന് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്കാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിസ്സയുടെ ഏകദേശ രുചിയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളെ തൃപ്തിപ്പെടുത്താൻ ഏറ്റവും പറ്റിയ ഒരു സ്നാക്കാണ്. അവരത് കഴിക്കുകയും ചെയ്യും. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ്.
അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും അറിയിക്കുക. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.